തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ ചിന്തകൾ ഇവിടെ ആരംഭിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം കർത്താവിന്റെ ദാസൻ വായിച്ചു തന്ന് സഹായിക്കുന്നതായിരിക്കും. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതിയറിയിക്കുവാൻ ആവശ്യമില്ല. സ്തോത്രം. തെസ്സലോനിക്ക ലേഖനം അതിമനോഹരമായ ബൃഹത്തായ ഒരു ലേഖനമാണ്. ദൈവശാസ്ത്രപരമായ നിരവധി ചിന്തകൾ നമുക്ക് പഠിച്ചെടുക്കാൻ പാകത്തിൽ കർത്താവ് നൽകി തന്നിരിക്കുന്ന ഒരു വലിയ വിശേഷമായ ചിന്തയാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് പഠിക്കാനായി നമുക്ക് സാധിക്കുന്നത്. പ്രത്യേകിച്ച് രക്ഷാശാസ്ത്രവും അതുപോലെ പുനരാഗമന സംബന്ധമായ വിഷയങ്ങളെ കുറിച്ച് വളരെ വിശാലമായ പഠനത്തിന് നമുക്ക് ഈ ലേഖനത്തിലെ വിവിധ വാക്യങ്ങൾ കടമെടുക്കാൻ സാധിക്കുമെന്നുള്ളത് സംശയമില്ല. ഇത് തെസ്സലോനിക്കയുള്ള സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ ഏകദേശം AD 51 ഈ ലേഖനം എഴുതപ്പെട്ടു എന്ന ഒരു വേദപണ്ഡിത ചിന്തയുണ്ട്. അത് തന്നെ കൃത്യമാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഏകദേശം AD 51 എഴുതി എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. കൊരിന്തിൽ വെച്ചാണ് ഈ ലേഖനം എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, പൗലോസിന്റെ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളുമൊത്തുള്ള കഴിഞ്ഞ കാലഘട്ടം, അദ്ദേഹം അവിടെ കടന്നുപോയ കാലഘട്ടത്തിൽ തനിക്ക് ലഭിച്ച ഊഷ്മളമായ സ്വീകരണവും അവരുടെ സ്നേഹ ആദരവുകളെയും ഒക്കെ ഓർത്ത് അയവിറക്കി. അതൊക്കെ ഒന്നുകൂടി ഓർമ്മിച്ചെടുത്തപ്പോൾ പൗലോസിന് തന്റെ ഹൃദയം അങ്ങ് വല്ലാതെ നിറയാനിടയായി തീർന്നു. ആ സമയത്ത് പൗലോസ് തന്റെ തൂലിക ചലിപ്പിച്ച് എഴുതിയ ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം, 1 തെസ്സലോനിക്ക ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ ആ സഭയിൽ നുഴഞ്ഞു കയറിയ വിവിധ ദുരുപദേശങ്ങൾക്കെതിരെ സഭയെ പ്രബോധിപ്പിക്കേണ്ടതിനും അവരെ ഒന്നുകൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കേണ്ടതിനും വേണ്ടി ഈ ലേഖനം എഴുതി എന്ന് പറയുന്നതിൽ യാതൊരുവിധ ഭംഗികേടുമില്ല എന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1 തെസ്സലോനിക്ക ലേഖനത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് 4-ാം അധ്യായം വിശേഷതയുള്ള അധ്യായമാണ്. അത് കർത്താവിന്റെ വരവിനെ കുറിച്ച് വളരെ വിശാലമായി പഠിപ്പിക്കുവാൻ സാധിക്കുന്ന വിവിധ ചിന്തകൾ 4-ാം അധ്യായത്തിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഇന്ന് രാത്രിയിൽ നമ്മൾ വായിച്ചു കേട്ടത് 1 തെസ്സലോനിക്ക ലേഖനത്തിന്റെ അവസാനത്തെ അധ്യായമാണ്. 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ പുസ്തകങ്ങൾ മുഴുവനും കൂടെ കാച്ചിക്കുറുക്കി അതിന്റെ ഉള്ളടക്കം മുഴുവനും ഒരു ക്യാപ്സൂൾ രൂപത്തിൽ നൽകിയിരിക്കുന്ന വാക്യമാണ് 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എന്ന് വേണമെങ്കിൽ പറയാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ അല്പം ശ്രദ്ധയോടുകൂടി പഠിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രത്യേകിച്ച് പുതുനിയമത്തിലെ വിവിധ വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ഇന്ന് രാത്രി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിശേഷമായ ഒരു ചിന്തയുണ്ട്. അത് ഈ കോമ്പൗണ്ടിൽ കൂടിയിരിക്കുന്ന നിങ്ങൾക്കും അതുപോലെ ഈ മൈക്കിന്റെ ശബ്ദപരിധിയിൽ പരിസരങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരായ നല്ലവരായ നാട്ടുകാർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതിയറിയിക്കുവാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പൗലോസ് ആരംഭിക്കുന്ന ഈ ലേഖനത്തെ അല്ലെങ്കിൽ ഈ അധ്യായത്തെ നാം ഒന്ന് പരിശോധിക്കുകയാണ്. കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം വിവിധ കാലങ്ങളിലൂടെ വിവിധ സമയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത നമ്മൾ മറന്നു പോകരുത്. നാം പഠിക്കേണ്ടുന്ന വിവിധ ചിന്തകൾ ഉണ്ടെങ്കിൽ തന്നെയും നാം തിരിച്ചറിയേണ്ടുന്ന വസ്തുത നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിവിധ കാലങ്ങളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ? എന്നെ ശ്രദ്ധിക്കണം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിലൂടെ വിവിധ സമയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഋതുഭേദങ്ങൾ പോലെ, ഋതുക്കൾ മാറി മാറി വരുന്നത് പോലെ ഓരോ കാലങ്ങൾ മാറി മാറി വരുന്നു എന്നുള്ള വസ്തുത നിങ്ങൾ ആരും മറന്നു പോകരുത്. സ്തോത്രം. എല്ലാം ഒരുപോലെയുള്ള കാലമല്ല, ഓരോ കാലവും വ്യത്യസ്തമാണ് എന്നത് നിങ്ങൾ മറന്നു പോകരുത്. നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ, നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയിൽ എന്തൊക്കെ കാലങ്ങളുണ്ട്, അല്ലെ? നമ്മൾ പലതിനെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. ഗ്രീഷ്മം, ശിശിരം ഒക്കെ അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒത്തിരി കാലങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഋതുക്കളെ കുറിച്ച് പഠിക്കാറുണ്ട്. എല്ലാം ഒരേ അവസ്ഥയല്ല നൽകി തരുന്നത്. ഫലങ്ങൾ കായ്ക്കുന്ന കാലമുണ്ട്, പൂക്കൾ പൂക്കുന്ന കാലമുണ്ട്, ഇല പൊഴിയുന്ന കാലമുണ്ട്, മഴ പെയ്യുന്ന കാലമുണ്ട്, മഞ്ഞ് പെയ്യുന്ന കാലമുണ്ട്. അങ്ങനെ വിവിധ കാലങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടവരാണ് എന്ന് പറഞ്ഞതുപോലെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ വിവിധ കാലഘട്ടങ്ങളിലൂടെ
കാലങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന വസ്തുത നിങ്ങൾ ആരും മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ബൈബിൾ കാലം അല്ലെങ്കിൽ സമയം എന്നതിനെ സൂചിപ്പിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് ആണല്ലോ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഭാഷ എന്നുള്ളത്. അപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ രണ്ട് വ്യത്യസ്ത പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് അല്പസമയം ഒന്ന് ശ്രദ്ധിക്കണേ. രണ്ട് ഗ്രീക്ക് പദങ്ങളാണ് സമയം അല്ലെങ്കിൽ കാലം എന്ന വസ്തുത വെളിപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറയാം രണ്ട് പദങ്ങൾ. ഒന്ന് ക്രോണോസ്, രണ്ട് കൈറോസ്. രണ്ട് പദങ്ങളാണ് സമയം അല്ലെങ്കിൽ കാലം എന്ന വസ്തുതയെ സൂചിപ്പിക്കാനായിട്ട് വിശുദ്ധ ബൈബിൾ പുതിയ നിയമത്തിൽ വിശേഷവിധിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണത്? എന്റെ ഒപ്പം ഒന്ന് ചേർന്ന് പറയാമോ? ക്രോണോസ്, ക്രോണോസ്, രണ്ട് കൈറോസ്. ഇങ്ങനെ രണ്ട് പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രോണോസ് എന്ന് പറയുന്നത് ഓരോ ദിവസവും കടന്നു പോകുന്നത് പോലെ, അല്ലെങ്കിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം എന്നിങ്ങനെ പറയുന്നത് പോലെ ദൈനംദിനമുള്ള സമയത്തെ, കാലത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രോണോസ് എന്ന് പറയുന്നത്. നമ്മൾ ക്രോണോളജി എന്ന് പറയാറുണ്ട്. പഴയ നിയമത്തിൽ ക്രോണിക്കിൾസ് എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ ഉണ്ടല്ലോ, നമുക്കറിയാം. പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ ദിനവൃത്താന്തങ്ങൾ എന്ന് പറയുന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തെയും വസ്തുതകൾ അല്ലെങ്കിൽ ഓരോ ദിവസവും 1, 2, 3 എന്ന് മാറി വരുന്നതിനെയാണ് ക്രോണോസ് എന്ന പദം കൊണ്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ പദം ഞാൻ പറഞ്ഞല്ലോ. എന്താണ് രണ്ടാമത്തെ പദം? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? കൈറോസ്. യെസ്, റൈറ്റ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വലിയ സന്തോഷം. കൈറോസ് എന്ന പദമാണ് രണ്ടാമത്തെ പദം. കൈറോസ് എന്ന പദം എന്ന് പറഞ്ഞാൽ ക്രോണോളജി പോലെ അല്ലെങ്കിൽ ക്രോണോസ് പോലെയുള്ള ഒരു പദമല്ല. അതിനെ പറയുന്നത് ദൈവം നിയമിച്ച സമയം എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? ദൈവം നിയമിച്ച സമയം. ക്രോണോസ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഉള്ള സമയമാണ്. അത് സാധാരണ പോലെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. തിങ്കൾ ചൊവ്വ എന്ന് പറയുന്നത് പോലെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ കൈറോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് വിശേഷപ്പെട്ട സമയമാണ്. സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എല്ലാ ദിവസവും ക്രോണോസ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. തിങ്കൾ കഴിഞ്ഞു, അല്ലെങ്കിൽ ചൊവ്വ കഴിഞ്ഞു, ഇപ്പോൾ ഇന്നിതാ ഞായർ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഇതിന്റെയൊക്കെ ഇടയിൽ ദൈവം അപ്പോയിന്റ് ചെയ്ത ഒരു വിശേഷപ്പെട്ട സമയമുണ്ട്. അതിനെയാണ് കൈറോസ് എന്ന് പറയുന്നത്. സ്തോത്രം. എന്താണ് ആ സമയത്തിന്റെ പ്രത്യേകത? ആ സമയത്താണ് ദൈവത്തിന്റെ പ്രത്യേക ഇടപെടൽ നാം അനുഭവിക്കാനിടയായി തീർന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മുടെ ക്രോണോസുകളുടെ ഒക്കെ ഇടയിൽ ദൈവം ചില കൈറോസ് വെച്ചിട്ടുണ്ട്. നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന പ്രത്യേക സമയത്തെയാണ് കൈറോസ് എന്ന ഗ്രീക്ക് പദം അർത്ഥമാക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ കോമ്പൗണ്ടിനകത്ത് നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ നിങ്ങളും ചില വിശേഷപ്പെട്ട വിഷയങ്ങൾ കൊണ്ട് ആയിരിക്കാം വന്നത്. എന്നാൽ ദൈവത്തിന്റെ കൈറോസ് എനിക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഈ കോമ്പൗണ്ടിനകത്ത് ഇരിപ്പുണ്ട്? നിങ്ങൾ മാത്രം ഒന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഇന്ന് രാത്രി ചിന്തിക്കുന്നത് പോലെ ഒത്തിരി ക്രോണോസ് കഴിഞ്ഞുപോയി, ഒത്തിരി ദിവസങ്ങൾ കഴിഞ്ഞുപോയി, ഒന്നും നടന്നില്ലെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ദൈവത്തിന്റെ ഒരു കൈറോസ് വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. നമ്മൾ പോലും ചിന്തിക്കാത്ത സമയത്ത്, നമ്മൾ പോലും നനയ്ക്കാത്ത സമയത്ത് ദൈവം തന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ടെന്ന് മറന്നു പോകരുത്. ഇന്ന് രാത്രിയിൽ അത് ഏറ്റെടുത്തുകൊണ്ട് ആത്മാവിൽ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ കോമ്പൗണ്ടിൽ ഇരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക സമയമുണ്ട് എന്ന വസ്തുത നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പ്രതീക്ഷിക്കണം. ആമേൻ. ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ ചിന്തിക്കും, ഇന്നൊന്നും നടന്നില്ല, നാളെ ഒന്നും നടന്നില്ല, ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ നിങ്ങൾ മറക്കരുത്, ഇതിന്റെ ഒക്കെ ഇടയിൽ ദൈവം ഒരു കൈറോസ് വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ രാത്രിയിൽ ഈ ദേശത്ത് ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ഒക്കെ തിരിച്ചറിയേണ്ട ഒരു വലിയ വസ്തുത, ദൈവപ്രവൃത്തിയുടെ ഒരു പ്രത്യേക സമയം നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വിവിധ കാലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും എന്ന വസ്തുത. വിവിധ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അങ്ങനെയാണെങ്കിൽ 1, 2, 3 എന്ന് ഞാൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന വ്യത്യസ്ത കാലങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. കർത്താവിന്റെ ദാസൻ ആ വാക്യങ്ങൾ ഈ ദേശത്തുള്ള ജനമെല്ലാം കേൾക്കുന്ന
രീതിയിൽ വായിച്ചു തരുമെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് ആദ്യം അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 17-ാം അധ്യായം അതിന് 31-ാമത്തെ വാക്യം വായിക്കാം. മനുഷ്യ ജീവിതത്തിലെ വിശേഷപ്പെട്ട ചില കാലങ്ങളെ കുറിച്ചുള്ള ലഘുവായ ഒരു പഠനമാണ് നമ്മൾ നൽകി തരുന്നത്. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം അതിന് 31-ാമത്തെ വാക്യം വായിച്ചാട്ടെ. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. 30-ാമത്തെ വാക്യം കൂടി ചേർത്ത് വായിക്കാമോ? എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ശ്രദ്ധിക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന വിവിധ കാലഘട്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ ഒരു കാലമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 17-ാം അധ്യായം 31-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു കേട്ടത്. എന്നാൽ അറിയായ്മയുടെ കാലം. സ്തോത്രം. അറിയായ്മയുടെ കാലം എന്ന് പറയുന്ന ഒരു കാലം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ഈ ദേശത്തെ നല്ലവരായ വിദ്യാപ്രബുദ്ധരായ നാട്ടുകാർ ഒത്തിരി പേരുണ്ട്. അവരും കൂടെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്നും അറിയാത്തവരായി എന്താണ് ദൈവ സ്നേഹമെന്നോ, എന്താണ് ദൈവിക സത്യ ആരാധനയെന്നോ, എങ്ങനെയാണ് ദൈവത്തെ നമിക്കേണ്ടതെന്നോ, ഏതാണ് സത്യ ദൈവമെന്നോ, ഏതാണ് യഥാർത്ഥ സത്യ ദൈവമെന്ന് പോലും അറിയാതെ കഴിയുന്നൊരു കാലം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ആ കാലത്തെയാണ് വിശുദ്ധ ബൈബിൾ വിളിച്ചത് അറിയായ്മയുടെ കാലം. ഈ ഓരോ കാലഘട്ടങ്ങൾ ഞാൻ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം, ഞാൻ ഏത് കാലത്തിലാണ് ഇപ്പൊ നിൽക്കുന്നതെന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചോണം കേട്ടോ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഒരു കാലത്ത് നിന്ന് മറ്റൊരു കാലത്തിലേക്ക് ഒരു ഷിഫ്റ്റിംഗ് നടത്താൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിലത്തെ ഈ യോഗം ഒരു വലിയ അനുഗ്രഹമായി മാറാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തിലുമായ കാലം അറിയായ്മയുടെ കാലമാണ്. സ്തോത്രം. കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാലം. എന്താണ് സ്വന്തം അവസ്ഥയെന്നോ, ഞാൻ ആരാണെന്നോ, ദൈവം ആരാണെന്നോ, എന്താണ് ആരാധനയെന്നോ ഒന്നും അറിയാതെ അവൻ കണ്ടതും കേട്ടതും പഠിച്ചതും ഒക്കെയായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് മുൻപോട്ട് പോകുന്ന ഒരു കാലമുണ്ട്. ആ കാലത്തെയാണ് അറിയായ്മയുടെ കാലം എന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ആ കാലത്തിലായിരിക്കാം പാപത്തിന്റെ വല്ലാത്ത കൊടും പിടിത്തത്തിനകത്ത് ഞെരുങ്ങിക്കിടക്കുന്ന അവസ്ഥ അറിയായ്മയുടെ കാലത്തിലായിരിക്കാം. സ്തോത്രം. ഇന്ന് രാത്രിയിൽ അതുപോലൊരു കാലത്തിലൂടെ ആയിരിക്കാം ഈ ശബ്ദം കേൾക്കുന്ന പലരും ചിലരുമൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, അയ്യോ ആ കാലത്തെ ഓർത്ത് നിരാശപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തു, അയ്യോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി, അയ്യോ ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചു, എനിക്കിനി എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും ഈ കാലത്തിൽ നിന്ന് എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഈ കാലം ഒരു വല്ലാത്ത കാലമാണ്. അറിയായ്മയുടെ കാലം ഒരു വല്ലാത്ത കാലമാണ്. സ്തോത്രം. എന്തുകൊണ്ടാണ് ഇത് അറിയായ്മയുടെ കാലമായി പോയത്? ഇത് ആത്മീക അന്ധതയുടെ കാലം കൂടെയാണ്. ശരിയായ കാഴ്ചപ്പാട് ലഭ്യമാകാത്ത ഒരു കാലമാണ് ഈ അറിയായ്മയുടെ കാലം. അതുകൊണ്ടാണ് പലതും ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യൻ ഇരുട്ടിന്റെ നടുക്ക് കിടക്കുന്നത്. അവന്റെ കാഴ്ചപ്പാട് ശരിയായിട്ട് തുറക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ കിടക്കുന്ന ഒരു കാലം. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ സന്ദേശത്തിന്റെ ഈ ആദ്യ ഭാഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അറിയായ്മയുടെ കാലത്തിൽ കിടക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾക്കൊരു മാറ്റം വരുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിച്ചിട്ടാണ് ഇന്ന് രാത്രിയിലും ഇങ്ങനൊരു യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അറിയായ്മയുടെ കാലത്തിലായിരിക്കാം മദ്യത്തിന്റെ ആസക്തിയിൽ കിടക്കുന്നത്. അറിയായ്മയുടെ കാലത്തിലായിരിക്കാം ലഹരിയുടെ വല്ലാത്ത നീരാളി പിടുത്തത്തിൽ അമർന്നു കിടക്കുന്നത്. അറിയായ്മയുടെ കാലത്തിലായിരിക്കാം ചില ആളുകൾ ചിലപ്പോൾ വല്ലാത്ത ക്രൂരന്മാരെ പോലെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ അറിയായ്മയുടെ കാലം ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാലമാണ്. എങ്ങനെ പോകും, ഏത് രീതിയിൽ മുൻപോട്ട് പോകുമെന്ന് പറയാൻ കഴിയാത്ത ഒരു വല്ലാത്ത കാലമാണ് ഈ അറിയായ്മയുടെ കാലം. ഒരു കാലത്തിൽ നമ്മളിൽ പലരുമൊക്കെ അല്ലേ അറിയായ്മയുടെ കാലത്തിലൂടെ സഞ്ചരിച്ചു വന്നവരാ. ഇന്ന് രാത്രിയിൽ ഈ പ്രസംഗിക്കുന്ന ഞാനും ഒരു കാലത്ത് അറിയായ്മയുടെ കാലത്ത് കിടന്നവനാ. എന്നാൽ ആ കാലത്തിൽ നിന്ന് സർവശക്തനായ ദൈവം തന്റെ സ്നേഹത്താൽ വിളിച്ചു വേർതിരിച്ചത് കൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ ദേശത്തോട് അയ്യോ അറിയാ
അറിയായ്മയുടെ കാലത്തിൽ കിടക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്കൊരു മാറ്റം വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അറിയായ്മയുടെ കാലം അത് വല്ലാത്ത കാലമാണെന്ന് പറഞ്ഞു. സ്തോത്രം. പാപത്തിന്റെ കാലമാണെന്ന് പറഞ്ഞു. അവൻ കൊള്ളരുതായ്മയുടെ കാലമാണെന്ന് പറഞ്ഞു. അധാർമികതയുടെ കാലമാണെന്ന് പറഞ്ഞു. അസാൻമാർഗികതയുടെ കാലമാണെന്ന് ഞാൻ പറഞ്ഞു. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് അറിയാത്ത കാലത്തെയാണ് അറിയായ്മയുടെ കാലം എന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ആ വാക്യം ഒന്നുകൂടെ വായിക്കണമേ. പ്രിയ കർത്താവിന്റെ ദാസൻ ഒന്നുകൂടെ 17-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണെങ്കിൽ അവൻ ആ കാലത്ത് ദൈവം എങ്ങനെയാ മനുഷ്യനോട് ഇടപെടുന്നതെന്നും കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കണം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം. 30-ാമത്തെ വാക്യം വായിച്ചാൽ 17-30. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ. അയ്യോ, അതാണ് പ്രത്യേകത. അറിയായ്മയുടെ കാലത്തിൽ കിടക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ഈ അവസ്ഥയെ ദൈവം അത് കണ്ടിട്ട് അത് നിന്നെ വിധിച്ച് തള്ളുന്നില്ല. ചിലർ ചിന്തിക്കുന്നത് ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഈ അറിയായ്മയുടെ കാലത്ത് ചില ചിന്തിക്കുന്നത് എനിക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റത്തില്ല, എനിക്ക് സത്യാരാധന ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ അവസ്ഥ തീർന്നു, ഞാൻ എവിടെ കൊണ്ട് അവസാനിക്കാൻ വേണ്ടി പോകുക, ഇനിയിപ്പോൾ തട്ടി മുട്ടിയൊക്കെ ഇങ്ങനെ അങ്ങ് മുമ്പോട്ട് പോകാം എന്ന് കരുതിയ പല ആൾക്കാരും അറിയായ്മയുടെ കാലത്തിൽ കിടക്കുന്നത്. പക്ഷെ ദൈവം പറയുന്നു, കുഞ്ഞേ, സ്തോത്രം, സത്യദൈവം പറയുന്നു, കുഞ്ഞേ, നീ പേടിക്കണ്ട. ഈ കാലത്തിൽ ഞാൻ നിന്നെ ലക്ഷ്യമാക്കി തകർത്ത് കളയാനല്ല, മറിച്ച് നിന്നെ ഈ കാലത്ത് നിന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ അറിയായ്മയുടെ കാലത്ത് നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, കുഞ്ഞെ, നിനക്ക് മടങ്ങി വരാൻ കഴിയുന്ന ഒരു സമയമുണ്ട്. അറിയായ്മയുടെ കാലത്ത് നിന്ന് മടങ്ങി വരാൻ കഴിയുന്ന ഒരു സമയമുണ്ട്. ഇന്ന് രാത്രി ഈ കോമ്പൗണ്ടിൽ കൂടി വന്ന നിങ്ങൾക്കൊക്കെ പറയാൻ ഇതേ സാക്ഷ്യമുള്ളൂ. ഒരു കാലത്തിൽ അറിയായ്മയുടെ കാലത്ത് കിടന്നതാണ്, എന്നാൽ അവിടെ നിന്ന് നമ്മൾ മടങ്ങി വന്നു. നിങ്ങൾ ഏത് കാലത്തിലാണ് ഞാൻ പറയാം. സ്തോത്രം. അതിന് സമയമുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം തിരിച്ചറിയണം. ഒരു കാലത്ത് നമ്മൾ ഇവിടെ കിടന്നതാ, പക്ഷെ നമ്മൾ അവിടുന്ന് മടങ്ങി വന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ വല്ല നേർച്ച വല്ലതും കൊടുത്തോ? നമ്മൾ വല്ല പേര് വല്ല മാറാൻ പോയോ? ഇതിനിടയ്ക്ക് വേറെ വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ഒറ്റ കാര്യമാണ് നടന്നത്, മാനസാന്തരം നടന്നു. ഹല്ലേലൂയ. അറിയായ്മയുടെ കാലത്ത് നിന്ന് നമ്മൾ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയതിന്റെ ഒറ്റ കാരണം, യേശുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ മാനസാന്തരപ്പെട്ട് അറിയായ്മയുടെ കാലത്തെ അവസ്ഥകളിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കാലം മാറാൻ തുടങ്ങി. സ്തോത്രം. അതാണ് നമ്മിൽ സംഭവിച്ചത്. അപ്പോൾ ഒന്നാമത്തെ കാലം മറക്കരുത്. അറിയായ്മയുടെ കാലം അവിടെ നിന്ന് മടങ്ങി വരണം, മാനസാന്തരപ്പെടണമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആമേൻ. അപ്പോൾ അടുത്ത കാലത്തിലേക്ക് വേഗത്തിൽ പോകാം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചേ. അത് 2-ാമത്തെ കാലമാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുതെന്ന് ഞങ്ങൾ സഹപ്രവർത്തകരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ശ്രദ്ധിച്ചോണേ, 2-ാമത്തെ കാലം മറക്കരുത്. പ്രസാദകാലം. 1 അറിയായ്മയുടെ കാലം, 2 പ്രസാദകാലം. പ്രിയ സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു കാലം കൂടെ ഉണ്ട്. എന്താണ് അത് കാലത്തിന്റെ പ്രത്യേകത?